നമസ്കാരം. ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന എസ് ജാനകി, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജാനകി അമ്മ നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. ഇന്നലെയായിരുന്നു അമ്മയുടെ ശവസംസ്കാര ചടങ്ങുകൾ. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ അവിടേക്ക് ഒഴുകിയെത്തിയത്. മൈസൂരുവിൽ വെച്ചായിരുന്നു ശവസംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇന്നലെ ഒരുപാട് ആർട്ടിക്കിളുകളിലൂടെയും ഒരുപാട് വീഡിയോകളിലൂടെയും എസ് ജാനകിയമ്മ സംഗീത ലോകത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചൊക്കെ ഒരുപാട് പേർ വാചാലരാകുന്നത് കണ്ടു. അതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പോലും എനിക്ക് സാധിച്ചില്ല. കാരണം ചില മരണങ്ങൾ വ്യക്തിപരമായി കൂടി എന്നെ സ്വാധീനിക്കാറുണ്ട്. കാരണം ഇവരുടെയൊക്കെ പാട്ടുകൾ കേട്ടാണ് നമ്മളിലെ വിരഹത്തെയും പ്രണയത്തെയും ഏകാന്തതയും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ടിരുന്നത് ഇവരുടെയൊക്കെ സ്വരമാധുര്യത്തിലൂടെയാണ്. അപ്പോൾ ഇനി അത് ലൈവായിട്ട് കേൾക്കാൻ പറ്റില്ല, ഇനി അവർ ഈ ഭൂമിയിൽ ശ്വസിക്കാനില്ല എന്ന ചിന്ത വ്യക്തിപരമായിട്ട് ചില നേരങ്ങളിൽ എന്നെ ബാധിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വാചാലയാകേണ്ട കാര്യമില്ല. എത്ര വലിയ സംഭാവനകളാണ് നമ്മുടെ സംഗീത ലോകത്തിന് തന്നിരിക്കുന്നത്, അതിനെക്കുറിച്ച് ഞാൻ എന്ത് വാചാലയാകാനാണ് എന്ന ചിന്തയിലാണ് ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷേ എനിക്ക് ഇന്ന് മറ്റൊരു വിഷയമാണ് സംസാരിക്കാനുള്ളത്, വിചിത്രമായ ചില കമൻറ്റുകളെക്കുറിച്ച്. ഇന്നലെ പൊതുദർശനത്തിന് എസ് ജാനകിയമ്മയുടെ മൃതദേഹം വെച്ചപ്പോൾ അത് കാണാൻ വേണ്ടി മലയാളികളായിട്ടുള്ള നിരവധി പേരും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. ഈ സംഗീത ലോകത്തെ പ്രമുഖരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം KS ചിത്രയും സുജാത മോഹനും ഒക്കെ ഉണ്ടായിരുന്നു. അവരവിടെ ചെന്ന് പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് കണ്ടത്. KS ചിത്രയുടെയൊക്കെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കണ്ടിട്ട് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അത്ര വൈകാരികമായിട്ടുള്ള രംഗങ്ങളായിരുന്നു. സുജാത മോഹൻ ആണെങ്കിലും പൊട്ടിക്കരയുകയായിരുന്നു. അവർ ഇടയ്ക്ക് മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിലാണെങ്കിലും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. നമ്മളൊക്കെ ഈ പാട്ടിലൂടെ അവരെ അറിയുമ്പോൾ വ്യക്തിപരമായിട്ട് കൂടി ഇവർക്കൊക്കെ അവരെ അറിയാം. അപ്പോൾ ആ ഒരു വേർപാടിൻ്റെ തീവ്രത കുറച്ച് കൂടുതൽ ഇവരൊക്കെ അനുഭവിക്കേണ്ടി വരും. അത് നമുക്ക് ഊഹിക്കാമല്ലോ. ഞാൻ വിചിത്രമായ കമൻറ്റുകളെന്ന് പറഞ്ഞത്, ഈ സുജാത മോഹനും KS ചിത്രയും ഒക്കെ പൊട്ടിക്കരഞ്ഞ വീഡിയോയ്ക്ക് താഴെ, പ്രധാനമായിട്ടും ഗായിക സുജാത മോഹൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള വീഡിയോയ്ക്ക് താഴെ വന്ന് കുറേ പേർ എഴുതി വെച്ചിരിക്കുന്ന കമൻറ്റുകൾ. ഈ കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ മനസ്സിൽ വരുന്ന ആശയങ്ങളാണല്ലോ, ചിന്തകളാണല്ലോ. 1, 2, 3 പേരായിരുന്നു ഇത്തരം കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഞാൻ അതിനെ അവഗണിച്ചേനെ. പക്ഷേ ഒരുപാട് ആളുകൾ ഇത്തരം കമൻറ്റുകൾ ആവർത്തിച്ചത് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അതായത് ഈ കമൻറ്റുകൾ എന്ന് പറയുന്നത്, ഇത്രയും പ്രായമായില്ലേ, ആ മരണം സ്വാഭാവികമല്ലേ, പിന്നെ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്. അതായത് പ്രായം ചെന്ന് ഒരാൾ മരണപ്പെട്ടാൽ സങ്കടപ്പെടുന്നതിൽ അർത്ഥമില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ, സ്ഥാപിക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ. കുറേ ആളുകൾ അതിനോട് യോജിക്കുന്നുണ്ട്. ശരിയാണ്, 88ാമത്തെ വയസ്സിലല്ലേ അവർ മരണപ്പെട്ടത്, അവർക്ക് മരിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. എസ് ജാനകിക്ക് മരിക്കണ്ടേ, എന്തിനാണ് നിങ്ങൾ പൊട്ടിക്കരയുന്നത്, ഇതൊക്കെ നാടകമാണ് എന്ന്. ഒരാളുടെ വേർപാടിൽ സഹിക്കാൻ വയ്യാതെ മറ്റൊരാൾ പൊട്ടിക്കരയുമ്പോൾ, വിങ്ങിപ്പൊട്ടുമ്പോൾ അതിനെ വിലയിരുത്തുകയാണ്, ജഡ്ജ് ചെയ്യുകയാണ് ആളുകൾ. അത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല ഈ പൊട്ടിക്കരയുന്നത്. എന്തിൻ്റെ ആവശ്യമാണ്? അകാലത്തിലല്ലല്ലോ അവർ മരണപ്പെട്ടതെന്ന്. VS അച്യുതാനന്ദൻ മരണപ്പെട്ടത് അകാലത്തിലായിരുന്നില്ല, പക്ഷേ ഒരു വലിയ വിടവാണ് ഉണ്ടാക്കിയിട്ട് പോയത്, അല്ലേ? ഒരിക്കലും നമുക്ക് മറക്കാനാകാത്ത രീതിയിലുള്ള സംഭാവനകൾ തന്നിട്ട് ഓരോരുത്തർ പോകുമ്പോൾ, അവർ സ്വാഭാവികമായിട്ട് പ്രായമെത്തിയാണ് മരിക്കുന്നതെങ്കിൽ പോലും, വാർദ്ധക്യം എത്തിയാണ് അവർ മരിക്കുന്നതെങ്കിൽ പോലും, അല്ലെങ്കിൽ 100ാമത്തെ വയസ്സിലാണ് അവർ മരിക്കുന്നതെങ്കിൽ പോലും, ആ വേർപാട് വലുത് തന്നെയാണ്. ആ വേർപാടുണ്ടാക്കുന്ന വിടവ് വലുത് തന്നെയാണ്. നമ്മളിൽ ഉണ്ടാക്കുന്ന ദുഃഖം വലുത് തന്നെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, SPB വലിയൊരു ഗായകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വൈകാരികത എന്നിൽ ഉണ്ടാകാറുണ്ട്. എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ മരണപ്പെട്ടിട്ട്, നേരിട്ട് പരിചയമില്ലാത്ത ഒരാൾ മരണപ്പെട്ടിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് SPBയുടെ മരണത്തിന് ശേഷമായിരുന്നു. ഇപ്പോഴും ഓർക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ കണ്ണിലൊരു നനവോടെ അല്ലാതെ അത് കേൾക്കാൻ പറ്റില്ല. നമ്മൾ അവിചാരിതമായിട്ടാണ് നമ്മളിൽ നിന്നും അദ്ദേഹത്തെ കൊറോണ പിടിച്ചെടുത്തുകൊണ്ട് പോയത്. എന്നാൽ നമുക്ക് ചിന്തിക്കാമല്ലോ, എത്രയും പ്രായമൊക്കെ ആയില്ലേ, മരിക്കാനുള്ള പ്രായമായില്ലെങ്കിൽ പോലും അകാലത്തിലാണ് പോയതെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ ന്യായീകരിക്കാം. എങ്ങനെയെങ്കിലും ആ ഒരു ദുഃഖത്തെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലുമില്ല. അതൊക്കെ അഭിനയമാണോ? നമ്മുടെ കണ്ണ് നിറയുന്നത്, നമ്മളിൽ വൈകാരികത ഉണ്ടാകുന്നത് അത് നാടകീയമായിട്ടാണോ? ഒരിക്കലുമല്ല. അവരുടെ പാട്ടുകൾ, അല്ലെങ്കിൽ അവരുടെ ശബ്ദം, അവരുടെ സംഭാവനകൾ നമ്മളിൽ ചെലുത്തിയ സ്വാധീനമാണ് നമ്മളിൽ ഉണ്ടാകുന്ന ആ ദുഃഖം. നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ ആയിരിക്കും ഇങ്ങനെ പറയുന്നതെന്ന്. ആ കമൻറ്റുകൾ ഇതൊക്കെയാണ്. എന്തിനാ ഇങ്ങനെ പൊട്ടിക്കരയണേ സുജു, ആ അമ്മ ചെറുപ്പമൊന്നുമല്ല, 88 വയസ്സായി, ഇനി എന്തിനാ കിടന്ന് നരകിക്കുന്നേ? ഇവിടെ ചെറുപ്പം പിള്ളേർ എത്രയോ പേര് പോകുന്നു, അതായത് ചെറുപ്പക്കാർ പിള്ളേർ എത്രയോ പോകുന്നു, അപ്പോഴാ 90 ആയവർ, അവർ സ്വസ്ഥമായി ഒന്ന് ഉറങ്ങിക്കോട്ടെ.
അതായത് ചെറുപ്പക്കാർ മരിച്ചാൽ അത് അസാധാരണമാണ്, അതിന് നമ്മൾ ദുഃഖിക്കണം. വയസ്സായവർ മരണപ്പെട്ടാൽ അതിൽ ദുഃഖിക്കേണ്ടതില്ല എന്നൊരു ആശയം എനിക്കത് പുതിയതായിട്ടാണ് തോന്നിയത് കേട്ടോ. എനിക്കത് വിചിത്രമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ച് കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. ചില മരണവീടുകളിൽ പ്രായമായവർ മരണപ്പെട്ടാൽ അവിടെ കരച്ചിലും ബഹളമൊന്നും ഉണ്ടാകാറില്ല. കുറേ പേർ ശാന്തതയും നിശബ്ദതയൊക്കെ പാലിക്കും, പ്രായം ചെന്ന് മരിച്ചതല്ലേ. പക്ഷേ അവരുടെ ഓർമ്മകളുണ്ടല്ലോ, അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്കുണ്ടാകുന്ന ഓർമ്മകളിലൂടെയുള്ള വിങ്ങൽ, അതിനെ എങ്ങനെ അടക്കി പിടിക്കാൻ സാധിക്കും എന്നത് എനിക്ക് എപ്പോഴും ഒരു അത്ഭുതമാണ്. എത്ര പ്രായം ചെന്ന് മരിച്ചു കൊള്ളട്ടെ, അവരുടെ നല്ല പ്രായത്തിൽ അല്ലെങ്കിൽ അവർ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത്, എഴുന്നേറ്റ് നടന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ എന്തെങ്കിലും സ്വാധീനങ്ങൾ ഉണ്ടാവുമല്ലോ. അതിനെ ഓർത്ത് നമുക്ക് വിങ്ങിപ്പൊട്ടാതിരിക്കാൻ പറ്റും. ആ സമയത്ത് നിശ്ചലമായി കിടക്കുന്ന അവരുടെ മുഖം കാണുമ്പോൾ, അല്ലെങ്കിൽ കണ്ണ് തുറക്കാതെ നമ്മൾ വിളിക്കുന്ന വിളി കേൾക്കാതെ അവർ കിടക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അടക്കി പിടിക്കാൻ പറ്റും നമ്മുടെ ദുഃഖം? വേറെ ചിലരുണ്ട്, ആ ദുഃഖം അങ്ങ് വല്ലാതെ വന്ന് കൂടിയിട്ട് പുറത്തൊന്നും പ്രകടിപ്പിക്കാൻ പറ്റാതെ നിശ്ചലമായിട്ടിരിക്കുന്ന ആളുകളുണ്ട്. ഒരു വികാരവും അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയില്ല. ചിരിയോ കരച്ചിലോ ദുഃഖമോ സന്തോഷമോ ഒന്നുമില്ലാതെ നിർവികാരമായിട്ടിരിക്കും. പിന്നെ ഒരു കമൻ്റാണ്, ഇവിടെ ആർക്കും മരിക്കണ്ടേ, എന്തിനാ നിങ്ങളെല്ലാവരും കരയുന്നത്? അവർക്ക് ഒരു മനുഷ്യായുസ് മുഴുവൻ, അതിൽ കൂടുതലും കിട്ടി. ജീവിച്ചിരുന്നപ്പോൾ അവർ ഹോസ്പിറ്റലിലായപ്പോൾ ആരൊക്കെ പോയി കണ്ടു, അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിച്ചു എന്നുകൂടി ചിന്തിക്കുക. ഇതൊക്കെ നമുക്ക് സംസാരിക്കാം, പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഓരോരുത്തരുടെ സങ്കടത്തെ വിലയിരുത്തുന്നത് ശരിയാണോ? പിന്നെ സുജാത മോഹൻ അവരെ കണ്ട് കരഞ്ഞതിന് ശേഷം, പൊട്ടിക്കരഞ്ഞതിന് ശേഷം ഉടനെ ചിരിച്ചു എന്ന തരത്തിലുള്ള കമൻറ്റുകൾ. അതായത് അവർ കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സുജാതയ്ക്കൊക്കെ. നമ്മൾ കണ്ടതല്ലേ, ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നതല്ലേ. അതിനിടയ്ക്ക് ഈ ജാനകി അമ്മയുടെ കൊച്ചുമക്കളോ ആരോ ഒക്കെ അവിടെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ ഒരു ചെറിയ മങ്ങിയ പുഞ്ചിരി സുജാതയുടെ മുഖത്ത് മിന്നി മാഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതൊരു പൊട്ടിച്ചിരിയല്ല, അതൊരു സൗഹൃദം പുതുക്കലല്ല, ഒന്നുമല്ല. ആ പുഞ്ചിരിക്കിടയിലും ആ മുഖം മൂടിക്കൊണ്ട് അവരുടെ ചുണ്ടുകളെയും കവിളുകളെയും നനച്ചുകൊണ്ട് കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ മനുഷ്യർക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നു? ചില മരണ വീടുകളിൽ ചിലർ ചെന്ന് ഓയ് ഹൊയ് എന്ത് പറയുന്നു, സൗഹൃദം പുതുക്കാൻ നമ്മൾ കുറേ നാൾ കൂടിയിരുന്ന് കാണുന്ന ആളുകളെ കണ്ട് സന്തോഷിക്കാനൊക്കെ പോകുന്നവരുണ്ട്. അതൊക്കെ തെറ്റ്. അപ്പോൾ നമ്മൾ നിശബ്ദമായിട്ട് നിൽക്കേണ്ട സമയമാണ്. നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരാത്മാവിന് നമ്മൾ ബഹുമാനവും മര്യാദയും കൊടുക്കേണ്ട സമയമാണ്. ആ സമയത്ത് കിടന്ന് ബഹളം വയ്ക്കാനുള്ളതല്ല, സൗഹൃദം പുതുക്കാനുള്ളതല്ല, സെൽഫികൾ എടുക്കാനുള്ള സമയമല്ല. പക്ഷേ അവരെ കണ്ടപ്പോൾ ഒരു ചെറിയ പുഞ്ചിരി മുഖത്ത് മിന്നി മാഞ്ഞു എന്നതിൻ്റെ പേരിൽ അവരുടെ ദുഃഖം നാടകമാണ് എന്ന് വരുത്തി തീർക്കുന്ന കുറേ മനുഷ്യർ. എന്തൊക്കെ തരത്തിലുള്ള കമൻറ്റുകളായിരുന്നു കമൻറ്റ് ബോക്സിലെന്നറിയാമോ? കുറേ ആളുകൾ ഇപ്പോൾ വിചാരിക്കും, ശീതൾ മിക്ക വീഡിയോകളിലും ഓരോരുത്തരുടെ കമൻറ്റുകളെ എന്തിനാണ് എടുത്ത് ഇങ്ങനെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത്? കമൻറ്റുകളെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തരുടെയും ചിന്തയുടെ പ്രതിഫലനങ്ങളാണ്. അത് 10ൽ കൂടുതൽ ഒരേ തരത്തിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അത് മനുഷ്യ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗത്തിൻ്റെ ചിന്തയുടെ പ്രതിഫലനമായിട്ട് നമ്മൾ കണക്കാക്കണം. അങ്ങനെ കണക്കാക്കുമ്പോൾ അത് ചർച്ചയ്ക്കൊരു വിഷയമാകും. ഒരു തരത്തിലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലേ? ഒരിക്കലും കഷ്ടമായിട്ട് തോന്നുന്നു, മഹാഭാവമായിട്ട് തോന്നുന്നു. എത്ര പ്രായം ചെന്ന് മരിച്ചാലും, എത്ര ചെറുപ്പത്തിലെ മരിച്ചാലും, ഓരോ ജീവനുകളും ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്നത് ദുഃഖം തന്നെയാണ്. ദുഃഖം തന്നെയല്ലേ? നമ്മുടെ മാതാപിതാക്കളൊക്കെ എത്ര പ്രായമെത്തി മരിച്ചാലും നമ്മൾ പറയോ, ഇത്ര വയസ്സായില്ലേ, 80 വയസ്സായില്ലേ, 90 വയസ്സായില്ലേ, ഇനി മരിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതെത്ര ക്രൂരമാണല്ലേ? ഇങ്ങനെ കിടക്കുന്ന, തീരെ വയ്യാതെ കിടക്കുന്ന ആളുകൾക്ക് പോലും ഒരു ദിവസം കൂടി കൂടുതൽ ജീവിക്കണമെന്നാണ് അവരുടെ ഉള്ളിൽ ആഗ്രഹം. അവർ പുറമേ പറയും, എന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്, എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്, അങ്ങ് വിളിച്ചുകൂടെ എന്നൊക്കെ അവർ ചോദിക്കും. ഇൻ കേസ് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വിളിക്കാൻ വരുന്ന കാലനാണെന്നല്ലേ എല്ലാവരും പറയുന്നത്, അടുത്ത് വന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ്, നിനക്ക് ഇന്ന് മരിക്കണോ നാളെ മരിക്കണോ എന്ന് ചോദിച്ചാൽ നാളെ മരിക്കണമെന്നേ ഇവരും പറയുള്ളൂ. മരണഭയം എല്ലാവർക്കുമുണ്ട്, മരണത്തിൻ്റെ വേദന അനുഭവിക്കാൻ എല്ലാവർക്കും പേടിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്രൂരമായിട്ട് സംസാരിക്കരുത്, ചിന്തിക്കരുത്. ഇവരോട് ആരോടും ദേഷ്യം കൊണ്ടല്ല ഈ പറയുന്നത്. ഓരോരുത്തരുടെയും ചിന്തയാണ്, അത് ഏതൊക്കെ വഴിക്ക് പോകുന്നതെന്ന് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങരുത്. വേർപാടുകളെല്ലാം വേദന തന്നെയാണ്. ഇവിടെ നിന്ന് പോകുന്ന ഓരോ മനുഷ്യരും നമ്മുടെയൊക്കെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളവരാണ്. ഒരാളുടെ വേർപാടിൽ നമുക്ക് ദുഃഖമുണ്ടാകുന്നില്ലെങ്കിൽ അത് നമ്മുടെ പ്രശ്നമായിരിക്കും.
അല്ലെങ്കിൽ നമ്മുടെ കഴിവായിരിക്കാം അത്. അങ്ങനെ ദുഃഖിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു ക്രെഡിറ്റ് ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോ. പക്ഷേ ഒരാൾ പൊട്ടിത്തകരുമ്പോൾ അത് നാടകീയതയാണ്, അത് വെറും അഭിനയമാണ് എന്ന് മോശമായി വിലയിരുത്താതിരിക്കുക.